നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു അർജന്റ് മെസ്സേജ് ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയുടെ കമൻസിൽ ഞാൻ ഒരാളുടെ കമൻറ്റ് കണ്ടിരുന്നു. മാക്സിമം മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ മലയാളത്തിൽ തന്നെയാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള എന്തോ ഒരു കാര്യം അവർ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളൊരു കാര്യമാണ് അവരത് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ, അതേപോലെ തന്നെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടുള്ളൊരു മെമ്മറി ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. എന്ത് തന്നെയാണേലും അതൊക്കെ അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽസ് ഉണ്ട്. കുറേ നാളായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നൊരു പേഴ്സൺ ആയിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ട് അവരെ വല്ലാതെ ആക്കുന്നുണ്ട്, വല്ലാതെ അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഓർമ്മകൾ അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഇതൊക്കെ അവർക്ക് തോന്നാൻ കാരണം. ഇപ്പം ഇവിടെ നമ്മുടെ കയ്യിൽ 2 കാർഡ്സ് ഉണ്ട്, ഹെർമിറ്റും ക്യൂൻ ഓഫ് കപ്സും. ഈ വ്യക്തി കുറേ നാളായിട്ട് ഈ എന്താ പറയുക, അവരുടെ ഇമോഷനെല്ലാം സപ്രസ് ചെയ്തിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളായിരിക്കാം. പക്ഷെ അവർ ഈ ഇമോഷൻ അവരെ വല്ലാതെ തളർത്തി കളഞ്ഞു. നിങ്ങളുടെ സ്നേഹം, കെയറിങ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഉണ്ടായിരുന്ന ആ ദിവസങ്ങളെല്ലാം, ആ ദിവസങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകളില്ലേ, അതെല്ലാം അവരെ ഇപ്പോൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് ഒന്നും തന്നെ സംസാരിക്കാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും സ്പെൽ വർക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതൊരു കാരണമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സും ഡിവൈൻ സ്പിരിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻസ് ആ വ്യക്തി അറിയാതെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് അല്ലെ ഡിവൈൻ സ്പിരിറ്റ് ഒക്കെ അവരെ ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെ എന്തെങ്കിലും വർക്ക് ഇതിൻ്റെ പുറകിലുണ്ടാവും. കാരണം നിങ്ങളിപ്പോൾ എന്തെങ്കിലും സ്പെൽ വർക്കോ പ്രെയറോ ഒക്കെ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. അതുമായിരിക്കാം ഒരു റീസൺ. എന്തായാലും എന്താ പറയണേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അവർ അറിയാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരെ എത്രമാത്രം കെയർ ചെയ്തിരുന്നു, സ്നേഹിച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ഓർമ്മയിൽ വരുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു വലിയ സപ്പോർട്ടിങ് സിസ്റ്റം തന്നെയായിരുന്നു. നിങ്ങളെല്ലാ കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ലൈഫിൽ അവരെ എങ്ങനെയൊക്കെ ഫീൽ ചെയ്യിച്ചിരുന്നു എന്നൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ എനർജി എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും ഇതൊരു പെയിൻഫുൾ സിറ്റുവേഷനാണ്. കാരണം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരിപ്പോൾ വളരെ പെയിൻഫുള്ളാണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അത് മിസ് ചെയ്തതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. എന്നാൽ ഈ 9 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത് ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് അവരുടെ ഈഗോയും പ്രൈഡും എല്ലാം അവരെ ഇങ്ങനെ ബാക്കിലേക്ക് ഹോൾഡ് ചെയ്യുകയാണ്, പിടിച്ചു വലിക്കുകയാണ്. കാരണം അവരുടെ ആ ഈഗോ ഉള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളോട് ഡയറക്റ്റ് വന്ന് മിണ്ടാൻ പറ്റില്ല. അതിന് അവരുടെ ഈഗോ അവരെ സമ്മതിക്കില്ല. അവർക്ക് വിഷമമുണ്ട്, നിങ്ങളെ മിസ് ചെയ്യാനുണ്ട്, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ഈഗോ സംടൈംസ് അവരെ സമ്മതിക്കില്ല അതിനൊന്നും. ഈ 3 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺഫർമേഷന് വേണ്ടിയായിരിക്കാം. അതൊക്കെ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്.
നിങ്ങളവരെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യും എന്നാണ് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത്. ആ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ അവരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ആ ടൈമിൽ ഈ റിലേഷനിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ കരുതുന്നത്. കാരണം ഈ റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ റിലേഷനിൽ പ്രോഗ്രസ് ഉണ്ടാക്കാനും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തില്ല എങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അത് ചിലപ്പോൾ ഒരു ഹായ് ഹലോ മെസ്സേജ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഒരുപാട് വലിയ മെസ്സേജൊന്നും ആയിരിക്കും, ലൈറ്റ് ഹാർട്ടഡ് മെസ്സേജ് ഒക്കെ ആയിരിക്കാം. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവരിപ്പോൾ കരുതുന്നത് നിങ്ങൾ ഡിറ്റാച്ച് ആയി എന്നുള്ളതാണ്. അവർക്ക് എന്തായാലും നിങ്ങളെ തിരിച്ചു വേണം. നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണം. എന്തായാലും അവരിപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ വിഷമത്തിലാണ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ അവരെ അത് വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്.